പടച്ചവരെ ആ ഖുർആനിന്റെ ആയത്തങ്ങ് വായിച്ചപ്പോ കാട്ടാളനായ ഉമർ നബി തങ്ങളുടെ തലയെടുക്കുമെന്ന് ശപഥം ചെയ്തിട്ട് പോയ ഉമർ ഇലാ ഹദ്റത്തി നബി തങ്ങളുടെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരുമ്പോ സ്വഹാബത്ത് പേടിച്ചു പോയടോ. സ്വഹാബത്തിൽ പലരും പേടിച്ചു പോയി. വരുന്നത് ഖത്താബിന്റെ മകൻ ഉമറാ. ഒരാൾക്ക് പോലും ഉമറിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കാൻ ധൈര്യമില്ല. സഹാബത്തിന്റെ പലരുടെയും കൈകാല് വിറയ്ക്കാൻ തുടങ്ങി. ഉമർ തങ്ങള് കടന്നു വരുമ്പോ മഹാനായ സയ്യിദുനാ ഹംസ റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബി ഉമറിനെ തടയുകയാ. ഉമറിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാള് തടയുന്നത്. ഹംസ റളിയല്ലാഹു തആല അൻഹു ഉമറിനെ തടഞ്ഞു നിർത്തിയിട്ട് പറഞ്ഞു, ഉമറേ, മുസ്ലിമാകാമെന്നതാണെങ്കിൽ നിനക്കിതിനകത്ത് കേറാ. ഇസ്ലാമിലേക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമാകാമെന്നതാണെങ്കിൽ നിനക്ക് കേറാ. അല്ല, ഞങ്ങളുടെ മുത്തുനബിയെ എന്തെങ്കിലും ചെയ്യാമെന്നതാണെങ്കിൽ നിന്നെ ജീവനോടെ ഞാൻ വിടില്ല ഉമറേ. എന്റെ പ്രിയപ്പെട്ടവര്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പിന്നീട് ഒരു അവസരത്തിൽ അവിടെന്ന് ചോദിച്ചു, ഹംസ, ഈ ധൈര്യം നിനക്ക് എവിടെന്ന് വന്നു? ഈ ധൈര്യം നിനക്ക് എവിടെന്ന് വന്നു? എന്നെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നോ? പേടിച്ചു പോയെന്ന് ഉമർ തങ്ങൾ പോലും അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, ആ ഉമറിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയത് ഖുർആനാ. ഒരായത്താ സഹോദരാ. ആ ഖുർആനിന്റെ ആയത്തുകൾ എത്രയോ കേൾക്കുന്നവരാണ്, എത്രയോ പാരായണം ചെയ്യുന്നവരാണ്. എന്തേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്?